ഈ ശുശ്രൂഷിക രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്കുള്ള ദൈവിക ശാസ്ത്ര പ്രാർത്ഥനയും ആദ്യമാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ. കാര്യം മഹാസങ്കടങ്ങളുടെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ മാത്രമല്ല, അനേകം പുതിയ ദുരിതങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നത്. സഭകൾ എല്ലായിടവും തന്നെ വളരെ സഭയെ ലക്ഷ്യമിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. സാധുക്കളെ, നിരായുധരായവരെ ആക്രമിച്ചുകൊണ്ട് നാടൊഴിച്ചു കളയുന്നു, എന്നിട്ട് ആ നാട് കയ്യേറുന്നു. അങ്ങനെ പല സങ്കടങ്ങളാണ് സഭയ്ക്കുള്ളത്. സഭയുടെ എണ്ണം കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിശ്വാസികളുടെ വംശത്തിന് അറുതി വരുത്തുക എന്ന ഉദ്ദേശത്തോട് ബോധപൂർവ്വം സഭയുടെ സ്ത്രീകളെ വശീകരിച്ച് സ്വന്തമാക്കുന്ന നടപടികൾ, സഭയുടെ ഉള്ളിൽ തന്നെ വിശ്വാസ ശൈത്യം അനുഭവിക്കുന്നവർ, വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോണവർ, അവരെല്ലാം ഇപ്പോൾ ഓർത്ത് ദൈവസ്നേഹമുള്ള ദൈവപൈതര് കണ്ണീർ വാർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമുക്കൊന്നും നഷ്ടപ്പെടുത്തില്ല. ദൈവത്തെ നഷ്ടപ്പെടാത്ത സഭയ്ക്കും കുടുംബത്തിനും വ്യക്തികൾക്കും പിന്നെ ഒന്നും നഷ്ടപ്പെടത്തില്ല. ആ ഒരു ബോധത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തെ അകന്നു പോയവരെ ഇപ്പോഴേ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. തകർന്ന കുടുംബങ്ങൾ, തരിപ്പണമായ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ, മാതാപിതാക്കന്മാർ തമ്മിൽ ഭിന്നതയിൽ കഴിയുന്ന കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ കുഞ്ഞുങ്ങൾ അവരുടെ വഴിക്ക് പോകുന്നവർ, സമ്പത്ത് മാത്രമുണ്ട് പക്ഷെ ജീവിതമില്ല, വിശ്വാസമില്ല, അകപ്പാടെ കുത്തഴിഞ്ഞ ഒരവസ്ഥ. അങ്ങനെയുള്ള തകർന്ന കുടുംബങ്ങളെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. വീട് ഇല്ലാത്തവർ, വാടക വീട്ടിൽ നിന്ന് മനഃപൂർവ്വം ചതിക്കപ്പെട്ട് ഒഴിഞ്ഞു പോകാതെ കേസും വാക്കാണുമായി നടക്കുന്നവർ, ബോധപൂർവം ട്രാപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ഓരോ കച്ചവടങ്ങളിലൊക്കെ ചെന്ന് നമ്മളെ ചാടിച്ചിട്ട് അവസാനം ആക്രമിക്കപ്പെടുന്നവർ, സാമ്പത്തിക ആക്രമണം എന്ന് പറയുമ്പോൾ ശാരീരിക ആക്രമണം മാത്രമല്ല, പലതരത്തിലുള്ള ആക്രമണങ്ങളാണ് വ്യക്തികൾ അനുഭവിക്കുന്നത്. സഭയിലുള്ളവർ മാത്രമല്ല, അല്ലാത്തവരും ഈ ആരാധനയിൽ കൂടുന്നുണ്ട്. അവരെയും ഇപ്പോഴ് ആരാധനയിൽ അൾത്താരയിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ അനേകം വൈദികർ ഇതിനകം അവരുടെ കൃത്യനിർവഹണത്തിൻ്റെ ഇടയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഏത് സമൂഹത്തിനേക്കാൾ കൂടുതൽ വൈദികരാണ് പ്രൊപ്പോർഷനേറ്റായിട്ട് മരിച്ചിരിക്കുന്നത്. എല്ലാവരും അവരുടെ ദൗത്യം, ഒഴിവാക്കാനാവാത്ത ദൗത്യത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കോവിഡ് വന്ന് മരിച്ചു പോയവരാണ്. കൂടുതൽ ദൈവവിളി ഉണ്ടാകാനും കൂടുതൽ കുഞ്ഞുങ്ങളെ സഭയ്ക്ക് ജനിക്കാനും ഇതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്, നിസ്സാര പ്രശ്നമല്ല. മാതാപിതാക്കന്മാർ വർഷങ്ങളായിട്ട് പലയിടങ്ങളിൽ അവിടെ ജോലിയും വേലയും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകളും എല്ലാം സംഘടിപ്പിച്ച് സുരക്ഷിതമാകുന്ന ആക്കാനുള്ള വ്യഗ്രതയിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സൗകര്യം കിട്ടാത്തവരെ ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കുടുംബജീവിതത്തിൻ്റെ അവസ്ഥയാണ്. പണ്ട് 5 കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു സമയത്ത് ഒരു കുഞ്ഞു പോലും ജനിക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. ആ മേഖലകളെല്ലാം പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളാണ്
പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തില് നമ്മൾ ഇന്ന് ആരാധനയ്ക്ക് വെക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. നിങ്ങളുടെ മനസ്സിലെ നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയിൽ സമര നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഉപാസന ഫോണിലേക്ക് വിളിച്ചറിഞ്ഞ നിയോഗങ്ങൾ പറഞ്ഞ നിയോഗങ്ങൾ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങള്, ദുരിതങ്ങള്, വേദനകള്, വിഷമതകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ജീവിത പങ്കാളി രോഗങ്ങള്, മക്കളുടെ രോഗങ്ങള്, വിദ്യാഭ്യാസ മേഖലകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ദൈവത്തിരിസ്ഥലം സമർപ്പിച്ചിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ വീശിക്കൊണ്ട് യേശുവേ ഞങ്ങളെ ഏറ്റെടുക്കുന്ന നന്ദി പറയുകയാണ്. പരിശുദ്ധ മാതാവേ മാതൃശക്തിക്ക് നന്ദി പറയുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോലിയില്ലാത്ത മക്കള്, കർത്താവെ ജോലിയെ നഷ്ടപ്പെട്ട മക്കളെ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട തറയിൽ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ജോലിയില്ലാതെ വരുമാനം നഷ്ടപ്പെട്ടു പോയവരെ, എൻ്റെ പേരിൽ ഫീസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റാത്തവരെ, വിദ്യാർത്ഥികളുടെ ജീവിത വിഷമത്തിലായവരെ, സമയത്ത് നമ്മുടെ പ്രോജക്റ്റുകൾ പാസ്സാകുന്നില്ല, ലോൺ പാസ്സാകുന്നില്ല, സാമ്പത്തിക മേഖലകളിലെ തടസ്സങ്ങൾ വരുന്നു, ആ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർ, 35 വയസ്സ് കഴിഞ്ഞിട്ടും 30 വയസ്സ് കഴിഞ്ഞിട്ടും ഒന്നും ജീവിത പങ്കാളി ലഭിക്കാതെ വിവാഹം കഴിക്കാൻ പേടിയായി നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും പേടിയാണ്. ജീവിത സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് പേടി. പണ്ടെങ്കിലും ഇല്ലാത്ത തരം സേഫ്റ്റി ഫിയർ ഭയങ്കരമാണിപ്പോഴ്. സ്ത്രീക്കും പേടി, പുരുഷനും പേടി. വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന് വെച്ചാൽ ജീവിത നിലവാരം ചുറ്റോട് ചുറ്റും കൂടി മനുഷ്യനെ കയ്യെത്തി പിടിക്കുന്നതിനേക്കാൾ നിലവാരങ്ങൾ നമ്മൾ കാണുന്നതനുസരിച്ച് കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരുണ്ട്. കഥയില്ലാത്ത കാര്യമാണെങ്കിലും പുതിയ അരക്ഷിതാവസ്ഥ പഴയ അരക്ഷിതാവസ്ഥയുമായിട്ടുള്ളതുപോലെ അല്ല. പലതും നിരർത്ഥകമാണെങ്കിലും മനുഷ്യൻ്റെ എസ്റ്റീമിനെ ബാധിക്കുന്നതാണ്. ഇന്ന് സുരക്ഷിതമെന്ന് പറയുന്നത് പണ്ട് സുരക്ഷിതമെന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമായിരുന്നു. ഇന്ന് സുരക്ഷിതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ എസ്റ്റീമാണ്. അഭിമാനത്തോടുകൂടി ഇന്നത്തെ കാലം കൈനീട്ടി തന്ന ഒരു അഭിമാന ബോധമുണ്ട്. അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് വെച്ചുകൊണ്ട് മനുഷ്യൻ സുരക്ഷിതത്തെ അളന്നിട്ട് ജീവിതത്തെ നോക്കി ഭയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൊഴിൽ സ്ഥിരതയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൊഴിൽ ലഭിക്കാത്തവരെ സമർപ്പിക്കുന്നു. യഥാർത്ഥ സാമ്പത്തിക ദുരിതങ്ങളിൽ കഴിയുന്നവരെ, വിഷമങ്ങളിൽ കഴിയുന്നവരെ, സുരക്ഷിതത്വം നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി യേശുവേ ആരാധന. കാർഷിക മേഖലകള്, മത്സ്യബന്ധന മേഖലകൾ, അവിടെയെല്ലാം സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്തവർ, കൃഷി ഇറക്കാൻ ആത്മാർത്ഥതയുള്ള ആൾക്കാർ കിട്ടാത്തവർ, കിട്ടിയവർ തന്നെ കൈകാര്യങ്ങളിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരുമാനം സ്റ്റക്കായി പോകുന്നവർ,
ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന സ്വകാര്യ വ്യഥകൾ വല്ലാത്തതാണ്. പലപ്പോഴും തരിശായി കിടക്കുന്ന പുരയിടങ്ങൾ, അത് പണി ചെയ്യാനും പറ്റണില്ല, ചെയ്യിക്കാനും പറ്റണില്ല, വിറ്റ് മാറ്റാനും പറ്റണില്ല. ഇത് ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്, എന്ത് ചെയ്യണമെന്നറിയാൻ പാതെ വിഷമിക്കുന്നവർ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലവർഷവും അതിൻ്റെ കെടുതികളും അത് കൂടാതെയുള്ള കുറേ രോഗങ്ങളും. ഒരു വീട്ടിൽ 5 പേർക്കും 6 പേർക്കുമൊക്കെ കോവിഡുണ്ട്. ഇന്ന് കൊച്ചിയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു, ICUയിലാണ്, ഹൃദയത്തിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ പ്രാർത്ഥിച്ചെങ്കിലും ഇപ്പം വീണ്ടും ആരാധനയ്ക്ക് വെക്കുകയാണ്. ഹൃദയരോഗമുള്ളവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഹൃദയരോഗമുള്ളവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കോവിഡ് രോഗികളെല്ലാവരെയും അവരുടെ ശ്വാസകോശങ്ങളെ കഴുകുന്ന സമയമാണിത്. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണമാണ് ഇപ്പോൾ ചൊല്ലേണ്ടത്. കർത്താവേ, എല്ലാ കോവിഡ് രോഗികളുടെയും ശ്വാസകോശങ്ങളെ അങ്ങ് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയരോഗികളെ സ്പർശിക്കണമേ കർത്താവെ, ഹൃദയരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാടിഞരമ്പുകൾ ക്ഷയമുള്ളവരെ പ്രാർത്ഥിക്കുന്നു. ശ്വാസം കിട്ടാത്തവരെ, ഓക്സിജൻ ലെവല് കുറഞ്ഞു പോകുന്നവരെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓക്സിജൻ അപ്പാരറ്റസ് ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളെ, ഓക്സിജൻ തന്നെ കിട്ടാത്ത സാഹചര്യങ്ങളെ കർത്താവെ, ഒരിക്കലും മനുഷ്യൻ അനുഭവിക്കാത്ത പ്രാണവായുവിൻ്റെ ദാരിദ്ര്യം കർത്താവെ ഞങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ഈശോയെ. അത് ഈ കാലത്ത് അനുഭവിക്കുകയാണ് ഈശോയെ. മനുഷ്യൻ എല്ലാ സംവിധാനങ്ങളും ശാസ്ത്രങ്ങളും നിലനിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ സർക്കാർ ഉള്ളപ്പോഴും പ്രാണവായുവിന് വേണ്ടി, ഒരു ഔൺസ് പ്രാണവായുവിന് വേണ്ടി പിടയുന്ന ജന്മങ്ങളെ കർത്താവെ, എല്ലാ സംവിധാനങ്ങളും നിരർത്ഥകമായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവെ നീ തന്നെ റൂഹ എന്ന് കർത്താവെ, മനുഷ്യന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ആദ്യം ഓക്സിജനെ പ്രാണവായുവിനെ ഊതിക്കൊടുത്തവനെ എല്ലാ മക്കളിലേക്ക് കർത്താവെ, ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉള്ള എല്ലാ എല്ലാ വ്യക്തികളിലും കർത്താവെ നിന്റെ പ്രാണവായു ഊതിക്കൊടുക്കുകയും അവിടെ ജീവൻ നിലനിർത്തുകയും ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. ലോകമാസകലമുള്ള കോവിഡ് രോഗികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശരീരം ആസകലം നെറ്റി ഉൾപ്പെടെ ചൊറിഞ്ഞ പൊട്ടിയിട്ട് വലിയ പൊട്ടുകളുള്ളവരെ, ചെറിയ പൊട്ടുകളുള്ളവരെ, ശരീരം ഇങ്ങനെ കുരുക്കൾ വന്നിട്ട് അതിൻ്റെ മൃദുത്വം അതിൻ്റെ സൗഷ്ഠവം നഷ്ടപ്പെട്ടിട്ട് കഠിനമായി ഹാർഡായി പോയ തൊലികളെ, അതിൻ്റെ പേശികളെ നമ്മൾ ശരീരത്തിൽ കുത്തുമ്പോൾ അത് നെങ്ങാതെ ബലമായിട്ട് ഇരിക്കുന്ന ശരീരത്തെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധമായ രക്തം അങ്ങനെയുള്ള ശരീരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, ചൊറി രോഗങ്ങൾ, അതുപോലെയുള്ള ത്വക്ക് രോഗങ്ങളുള്ളവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. മാരക രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥത സൗഖ്യമാകട്ടെ. അങ്ങ് സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, സുഖപ്പെടട്ടെ, സുഖപ്പെടട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് തൊണ്ടവേദനയുള്ളവര്, തൊണ്ടവേദന തുടങ്ങിയിട്ടുള്ളവര്, കോവിഡിൻ്റെ ബന്ധമായിട്ട് തൊണ്ടവേദന ഉള്ളവര്, തൊണ്ടവേദന തുടങ്ങിയിട്ടുള്ളവര്, ശ്വാസകോശങ്ങളിലേക്ക് ശ്വാസപ്പെടാൻ അനുഭവിക്കപ്പെടുന്നവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ നിമിഷം തളിക്കപ്പെടട്ടെ. കർത്താവേ, ദിവ്യകാരുണ്യമേ, ഇപ്പോൾ തൊണ്ടവേദനയുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ കരൾ രോഗികളെ, കിഡ്നി രോഗികളെ, കർത്താവെ ആന്തരിക അവയവങ്ങൾക്ക് കർത്താവ് കേടുപാടുള്ളവരെ, ക്യാൻസർ രോഗികളെ, യേശുക്ക് ക്യാൻസർ രോഗം പിടിച്ച അവയവങ്ങൾ, ക്യാൻസർ രോഗം പിടിച്ച രക്തങ്ങൾ യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ ആന്തരികമായ ഉള്ളംകാലം ഉച്ചവരെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആന്തരിക രോഗങ്ങളെ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി സത്യമായി സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ കർത്താവേ, മാരക രോഗികളെ സ്പർശിക്കുന്നതെന്ന് പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്. സ്വഭാവദൂഷ്യമുള്ള മക്കള്, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, കുടുംബത്തിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കയറി വരുന്നവർ, ഈ ലോക്ക്ഡൗണായിട്ട് പോലും കുടുംബത്തിലിരിക്കാത്തവരുണ്ട്, പ്രാർത്ഥിക്കാത്തവരുണ്ട്, ഏതെങ്കിലും ബന്ധങ്ങളിൽ പെട്ടുപോയവർ, ഏതെങ്കിലും വിഷയങ്ങളിൽ അകപ്പെട്ടു പോയവർ, ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻ്റ് ആകാം, ചിലപ്പോൾ വിഷയങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് ആകാം, ചിലപ്പോൾ വീഡിയോ ഗെയിം പോലുള്ള ഗെയിമാകാം. ഇങ്ങനെ മനസ്സ് വെറുതെ ഭ്രാന്തമായ രീതിയിൽ പെട്ടുപോയവർ, അതിൻ്റെ പേരിൽ വീട്ടുകാരോടും ദൈവത്തോടുമുള്ള സ്നേഹം തണുത്തു പോയവർ, കർത്താവേ ഞങ്ങൾ അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ കർത്താവേ, മനുഷ്യൻ്റെ വിസ്മയം കാരണം, ഭ്രമം കാരണം വ്യത്യസ്തമായ പാപങ്ങളിലും കർത്താവേ, അതുപോലെ മനസ്സിൻ്റെ കർത്താവ് മനസ്സിൻ്റെ ആധ്യാത്മിക ഗുണങ്ങളെ നിർവീര്യമാക്കുന്ന അവസ്ഥകളിൽ കർത്താവേ പെട്ടുപോയ മക്കളെ അങ്ങ് വിശുദ്ധമായ രക്തത്താൽ ഇപ്പം കഴുകണമേ. കർത്താവിൻ്റെ വലിയ ശക്തി ഒരുക്കണമേ. അവരെ ഉപദേശിച്ച് കർത്താവേ, മാതാപിതാക്കന്മാരും മടുത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ കേസുകളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വേദനപ്പെട്ട് നടക്കുന്ന മാതാപിതാക്കന്മാരെ ഇപ്പോഴൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ആ മക്കളിൽ അത്ഭുതം സംഭവിക്കട്ടെ. കൂട്ടുകെട്ടിലും പ്രേമബന്ധങ്ങളിലും അടിക്കായി പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആയിരിക്കുന്ന അവസ്ഥയിൽ കരങ്ങളടിച്ച് പാടട്ടെ. ദൈവസ്നേഹത്തോട് പാടട്ടെ. വസ്തുക്കൾ വിൽക്കാനും വാങ്ങിക്കാനും ഉള്ളവർ, അതിൻ്റെ പേര് നഷ്ടം വന്നവർ, അതിൻ്റെ പേര് പണം സമയത്ത് കിട്ടാതിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ എല്ലാം കൈവിട്ടു പോയ പോലെ തോന്നുന്നവർ, കടകളും വരുമാന മാർഗങ്ങളും മാസങ്ങളായി പൊട്ടിക്കിടക്കുന്ന കാരണം അവരുടെ സാധനം നശിക്കുന്നു, അതുപോലെ തന്നെ കൊടുത്തു വിട്ടാൻ പറ്റണില്ല, എടുത്തു വെക്കാൻ പറ്റണില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അവിടെ മേലെല്ലാം കർത്താവിൻ്റെ പ്രത്യേകമായ കരുണയും കൃപയും ഈ നിമിഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വസ്തുസംബന്ധമായ എല്ലാ മേഖലകളിലേക്ക് സ്പർശിക്ക് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ സാമ്പത്തിക ഞെരുക്കത്തിലും ജപ്തിക്കുരുക്കിലും കഴിയുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാം. നിറവോടെ പാടാം.
ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ കർത്താവേ. അവിടുത്തെ കൃപ നിറയ്ക്കണമേ കർത്താവേ. ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കള്, ഷഹീന ടിവിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള്, യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, കർത്താവേ, പല സമയങ്ങളില് സമയം കിട്ടുമ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, അവർ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, അവരുടെ കുടുംബത്തിലെ ദുരിതങ്ങൾ, വേദനകള് കർത്താവെ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധി അമ്മേ, മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, പിന്നെ ജോലിക്ക് പൈസ കൊടുത്തവർ, അവരെ അഡ്മിഷൻ വിദേശ രാജ്യങ്ങളിൽ എടുത്തവർ, പക്ഷെ ചില പോകാൻ പറ്റാതെ വരുന്നവർ, ചിലർ വിദേശ ജോലി മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവർ, നാട്ടിലെ ജോലി അന്വേഷിക്കാൻ മനസ്സില്ലാത്തവർ, അത് അവരുടെ അഭിമാനമോ ദുരഭിമാനമോ എന്തോ ഒരു മാനസികമായ ഒരു തകർച്ച. മറ്റുള്ളവരെല്ലാം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എല്ലാം വിദേശത്ത് പോയത് കാരണം നാട്ടിൽ ജോലി നോക്കാനുള്ള ഒരു കുറച്ചിൽ, ഇങ്ങനെയൊക്കെ കുറേ പാപകരമായ ദൈവത്തെ നിരക്കാത്ത ജഡിക മനോഭാവങ്ങൾ സൂക്ഷിക്കുന്ന അനേകം മക്കൾ കുടുംബത്തെ തകർക്കുന്നുണ്ട്. ശരിക്കും ദൈവത്തെ നിരക്കാത്ത കാര്യമാണ്. ബന്ധുക്കളെല്ലാം കാനഡയിൽ പോകുമെന്ന് പറഞ്ഞ് ഞാനും പോയില്ലെങ്കിൽ ഞാനിങ്ങനെ PSC ടെസ്റ്റ് എഴുതുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് പരിപാടിയാണ്! അവർക്കതിൻ്റെ സത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരുടെ ഈഗോ ഭയങ്കര ശക്തമാണ്. പിന്നെ ചെറിയ പണമൊന്നും പോരാ, ലക്ഷങ്ങൾ തന്നെ ശമ്പളം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുമുണ്ട്. ഇതൊന്നും ആഗ്രഹിക്കുന്നതല്ല സംഭവം. പണത്തിന് ഭയങ്കരമായ, അതായത് ജീവിച്ചാൽ പോരാ, എല്ലാവരെക്കാളും അടിച്ചു പൊളിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അതൊരു ജീവിതമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേവലാതിപ്പെടുന്ന കാലം ഇങ്ങനെ മാറുന്നതനുസരിച്ച് മനുഷ്യനൊരു തരം ഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ നിൽക്കണ കാണാം, പക്ഷെ ഭയങ്കര വട്ട് കേസുകളാണ് 13. ഈ വട്ട് കേസുകളെ സൂക്ഷിക്കുന്നത് ഭയങ്കര പാടാണ് വീട്ടുകാർക്കും. എത്ര എണ്ണമാണെന്നറിയാം, കെട്ടാതെയും ജോലി ഇല്ലാതെയും ജോലി അന്വേഷിച്ച് ഇപ്പം തന്നെ ഫ്ലൈ ചെയ്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നാട്ടിൽ ജോലി അന്വേഷിക്കാതെ കറങ്ങി നടക്കുന്നവർ എന്ത് മാത്രമാണ്. എല്ലാം വട്ട് കേസാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്കൊക്കെ ബോധം ഉണ്ടാകണം ശരിക്കും. കാരണം അവർക്ക് ബോധം ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ട ഉള്ളത് മാത്രം എനിക്ക് തരണം കർത്താവേ എന്ന് പറയണം. അതിൽ തൃപ്തിപ്പെടാനുള്ള ബോധം ഉണ്ടാകണം. അതാണ് സാമാന്യ ബോധം എന്ന് പറയുന്നത്. സാമാന്യ ബോധം അല്ലാത്തത് വട്ടാണ് ശരിക്കും. കാര്യം ജീവിക്കാനുള്ളൊരു ബോധം, ജീവിക്കാനുള്ള ആവശ്യം, അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള, അതായത് മറ്റുള്ളവരുടെ മുമ്പ് കയ്യിൽ നിന്ന് കിട്ടാതെ ജീവിക്കാനുള്ളത് എനിക്ക് തരണം എന്നാണ് മനുഷ്യൻ ആദ്യം ദൈവത്തോട് പറയേണ്ടത്. അല്ലാതെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെ കോടികൾ സമ്പാദിക്കുന്നു, അതുപോലെ സമ്പാദിച്ചിലെ ജീവിതം ആകത്തിലും ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. അവരുടെ പേരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടണം. അതൊക്കെ ബാധകളാണ് ശരിക്കും പറഞ്ഞാൽ. ബാധിച്ചവർ എന്തോ ഒരു ലോകത്തിൻ്റെ വിഷപ്പകർച്ച ബാധിച്ചവരാണ്. ഇതിനെ ബാധ, ഈ ബാധയാണ് ഉച്ചാരണം ചെയ്യേണ്ടത്. അല്ലാതെ പിശാച് കിടന്ന് വിളിച്ച് കൂപ്പിട്ടൊരു കാര്യമില്ല. മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത് അവൻ്റെ ഈഗോ പിശാചാണ്. ആ പിശാച ഉച്ചാരണം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയുള്ളവരുടെ മേലാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടേണ്ടത്. ശ്രദ്ധിക്കട്ടെ. സർവ്വനായീശ്വരന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, ഓരോ കുടുംബം, ഓരോ വ്യക്തികൾ കാണാത്ത കയറിലെ കെട്ടിയിടപ്പെടുകയാണ് കർത്താവേ. അവരെ സംബന്ധിച്ച കർത്താവേ, അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു തീരുമാനം എടുക്കാനോ അവരെ കർത്താവെ അവരെ ആ തീരുമാനത്തിൽ നിന്ന് തള്ളി മാറ്റാൻ കർത്താവെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം ബന്ധനങ്ങൾ കർത്താവെ മോചിക്കുന്ന
വിടുവിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു നാമത്തിൽ ഞാൻ അവരുടെ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അടിച്ചു മാറ്റുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അത്ഭുതകരമായി ഇടപെടുന്ന നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, ഉയർത്തി വീശി കാറ്റായി വീശണമേ, ആവിന്റെ അഭിഷേകം അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ബാക്കിമാവിൻ്റെ പ്രാർത്ഥനകൾ, ജീവിതാവശ്യങ്ങൾക്കുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവസാനം പ്രാർത്ഥിക്കുക. ആരാധനയുടെ അവസാനം 12:45 പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ദൈവവചന സന്ദേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഈ ദിവസങ്ങളിൽ കൃപാസനത്തിലൊരു സാക്ഷി നിങ്ങൾ കണ്ടു കാണാം. സാക്ഷ്യം ഇതാണ്. പള്ളിപ്പുറത്തെ ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ്. സാക്ഷ്യം ഇതാണ്. ഇവർക്ക് ലുക്കീമിയയാണ്, രക്താർബുദമാണ് രോഗം. അപ്പോൾ രക്താർബുദം രോഗം അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പോൾ കേരളത്തിലൊരു പ്രഖ്യാപിതമായ ആശുപത്രിയിലാണ് ടെസ്റ്റ് നടന്നത്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാനത് പാടായിരിക്കും, കാര്യം 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഈ രക്താർബുദം ഈ ആശുപത്രി ചികിത്സിക്കുന്നതിന് 50 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് അത് മുടക്കാനുള്ള കഴിവുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ പോകുന്നതിന് മുമ്പ് RCCയിൽ പോയി കീമോ തുടങ്ങി. അപ്പോൾ കീമോ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ശരീരം ഇങ്ങനെ ഡൗണായി വരികയാണ്. നമുക്കറിയാമല്ലോ കീമോ പേഷ്യൻ്റെ അവസ്ഥ അറിയാമല്ലോ. അത് രക്താർബുദത്തിൻ്റെ കീമോ കൂടുതലാണ്. അപ്പോൾ അത് കൊണ്ട് ശരീരം വല്ലാത്ത രീതിയിലേക്ക് തളരുകയാണ്. അപ്പോൾ ഇവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവരുടെ മനസ്സിലെ കർത്താവ് ഒരു വചനം കൊടുത്ത് അവർ നന്നായിട്ട് ആ സാക്ഷ്യം പറയുന്നുണ്ട്. ആ വചനം കൊടുത്തിരിക്കണ ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അതാണ് അവിടെ മനസ്സിൽ വന്ന വചനം. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുത്തൊരു വചനമാണത്. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് 1-ാം അധ്യായം 49-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്ക 1-ാം അധ്യായം 49-ാമത്തെ വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ആ വാക്ക് അവരുടെ മനസ്സിൽ വന്നപ്പോൾ തന്നെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് ആണ് ലുക്കീമിയ. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിനെ കീമോ കഴിയുമ്പോൾ വളരെ ഡൗണായിപ്പോയ ആൾ. അപ്പോൾ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ചേച്ചി കിട്ടിയ വചനം ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ ഉടനെ അവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഭർത്താവിന് നേർച്ച വസ്തുക്കൾ കൊടുക്കുന്നതിന് മുമ്പ്, ഉടമ്പടി തൈലം ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അവർ ഈ വചനം ഒരു പേപ്പറിൽ എഴുതി അവിടെ വെച്ച്, ആ പേപ്പറിലാണ്, ആ വചനം എഴുതിയ പേപ്പറിലാണ് നേർച്ച വസ്തു വെച്ചിരിക്കുന്നത്. അതെന്താ കാര്യം? കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ നേർച്ച വസ്തുക്കളിലൂടെ കർത്താവ് അവർക്ക് ചെയ്യും എന്നാണ് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊരു സ്വരം കേൾക്കും. എന്താണ്?
ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന്. അതൊരു സ്വരമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും തോന്നി പിന്നെ കർത്താവ് സ്വരത്തിൽ സംസാരിക്കാൻ പോകണം. അതായത് ഈ മേഖലയുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ബുദ്ധിയുടെ മേഖലയെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 10 ജന്മം അവർ ഈ ഭൂമി ജീവിച്ചിട്ട് ഒരു കഥയുമില്ല, അത് മനസ്സിലാവത്തില്ല. കാര്യം ഇത് ഹൃദയത്തിൻ്റെ ഒരു മേഖലയാണ്. ഈ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് കൊടുത്ത വചനമാണ്. ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു, ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനെ അറിയിക്കാൻ വേണ്ടിയാണ് ആ വചനം എഴുതിയിട്ട് അതിൻ്റെ പുറത്ത് ഈ രോഗി ഉപയോഗിക്കാനുള്ള നേർച്ച വസ്തുക്കൾ എടുത്ത് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞ് അവർ സ്വരം കേൾക്കും, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. അതിനുശേഷം ഈ രോഗം പൂർണ്ണമായി അങ്ങ് സുഖപ്പെടും. കീമോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കീമോയുടെ ആ ആവിയും പുകയും അതിൻ്റെ തളർച്ചയും തകർച്ചയും ഒന്നും അനുഭവിക്കാതെ തന്നെ ഈ വ്യക്തി ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് ഇവനെ ഉയർത്തിക്കൊണ്ടുവരും. ഈ സാക്ഷ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ഉടനെ വന്ന വചനം, ഈ പുരോഹിതന്മാർ പോലും ഇങ്ങനെ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്തവരുണ്ട്. പുതിയ പുരോഹിതന്മാരല്ല, പണ്ടത്തെ പുരോഹിതന്മാരുടെയും ചില പുരോഹിതന്മാരുടെയും അവസ്ഥ അതാണ്. അവരിത് ഈ സാമാന്യ ജനത്തിൻ്റെ അനുഭവങ്ങളിൽ വിശ്വസിക്കത്തില്ല. അവരതിൻ്റെ റീസൺ അന്വേഷിക്കും ഉടനെ ബുദ്ധിപരമായിട്ട്. ഇപ്പം ഞാനെന്തെങ്കിലും പറഞ്ഞാൽ സക്കറിയ പുരോഹിതനല്ലേ, സക്കറിയ പുരോഹിതൻ ഒരിക്കലും അൾത്താറയിൽ ഇങ്ങനെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേ ഗബ്രിയേൽ മാലാഖ നേരിട്ട് വന്ന് ഒരു കാര്യമാണ് പോക്കേ, ഞാനാണെങ്കിൽ സക്കറിയാനെ തലക്കെട്ടടിച്ചേന. അതായത് അൾത്താറെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ മനുഷ്യൻ. അയാൾ ചെറുപ്പക്കാരനൊന്നുമല്ല, 90 വയസ്സുള്ള മനുഷ്യനാണ്. ഇത്രയും വയസ്സ് കർത്താവിൻ്റെ വേല ചെയ്തയാളാണ്. ഇയാളോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സക്കറിയ, നിൻ്റെ പ്രാർത്ഥന ദൈവ സന്നിധി കേൾക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പറയണത്. നിൻ്റെ പ്രാർത്ഥന ദൈവതിരുസന്നിധി, അതായത് ലൂക്ക 1:13 സുന്ദരമായ ഒരു വചനമാണ്. എന്താ പറയണത്? വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:13, സക്കറിയ, നിൻ്റെ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴെന്താണ് പറയണത്? ദൈവമേ, അപ്പം കരഞ്ഞുകൊണ്ട് നന്ദി പറയേണ്ടതാണ് ഈ പുരോഹിതൻ അല്ലേ? അപ്പം സക്കറിയ ചോദിക്കണത്, ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചെന്നാണ് ചോദിക്കണത്. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചത്? എന്നുവെച്ചാൽ ഈ മനുഷ്യൻ 45 വയസ്സിലാ മറ്റേ പ്രാർത്ഥിച്ചതാ. അതാണ് സക്കറിയക്ക് അങ്ങനെ സംശയം വരാൻ കാര്യം. 45 വയസ്സിൽ അയാളുടെ ഭാര്യയ്ക്കൊക്കെ ഒരുവിധം പിള്ളേർ ജനിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അന്നെങ്ങാണ്ട് പ്രാർത്ഥിച്ച കാര്യമാണ് ഇപ്പോൾ മാലാഖ പറഞ്ഞത്. സക്കറിയക്ക് ഇപ്പോൾ 90 വയസ്സായി. പുള്ളിയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ ഒരു രീതി അതാണ്. പ്രാർത്ഥനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഉത്തരം തരാം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും ഉത്തരം തരാം. ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നീ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചോ. മൂത്ത മകന് വേണ്ടി എന്താ പ്രാർത്ഥിച്ചത്? കുറേ നാൾ മക്കളില്ലാതിരുന്നപ്പം പറഞ്ഞ കർത്താവേ, എനിക്കൊരു മകൻ ജനിക്കുകയാണെങ്കിൽ അവനെ ഞാൻ പട്ടത്തിന് വിട്ടേക്കാമെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിക്കുകയല്ലേ മനുഷ്യർ? മൂത്ത മകൻ പട്ടത്തിന് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവനെ. പക്ഷേ മൂത്ത മകൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പട്ടാളത്തിൽ പോയി. എങ്ങനെയുണ്ട്? പട്ടത്തുകാരന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ പോയത് എവിടെയാണ്? പട്ടാളത്തിൽ. അപ്പോൾ ഇളയ മകൻ ജനിച്ചപ്പോൾ ഇളയ മകൻ വളർന്നപ്പോൾ പറഞ്ഞു, അപ്പ എനിക്ക് പട്ടത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? എന്താ? മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം ഇളയ മകന് കൊടുത്തു. അതായത് പ്രാർത്ഥന ഒരിക്കലും നശിക്കണില്ല. നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, പക്ഷേ സമയം നിശ്ചയിക്കാൻ നിനക്കോ എനിക്കോ അധികാരമില്ല. അത് ഏത് വകുപ്പിലാണ് വേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടതും ദൈവത്തിൻ്റെതാണ്. ദൈവവേദലേ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം അനുഗ്രഹിക്കണമെന്ന് മത്സരം പിടിക്കരുത്. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് കേട്ടതെന്ന് പറയരുത്. മറിച്ച് നീ പ്രാർത്ഥിച്ചു, പക്ഷേ നിന്നൊക്കെ പ്രാർത്ഥന കേൾക്കണത് ദൈവത്തിൻ്റെ സമയത്തായിരിക്കും. അങ്ങനെ വിവേചിക്കാനുള്ള പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന് ഇല്ലാതെ പോയി. പുരോഹിതനാണ്, പക്ഷേ പരിശുദ്ധാത്മാവില്ല. ഇത് ഭയങ്കര തകർച്ചയാണ് ശരിക്കും. പുരോഹിതനായിരിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സ്ഥായിയായിട്ടുണ്ടാകാതെ വരാം.
സക്കറിയ പുരോഹിതനാണ്, പക്ഷേ പരിശുദ്ധാത്മാവിന് വിവേചനം ഉണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവിൻ്റെ വരവാണ്. അതില്ല. അത് കാരണം ഈ എപ്പ എന്നും പറഞ്ഞ് പൊട്ടം കളിച്ച ഇയാൾ പൊട്ടം കളിച്ച് എപ്പ പ്രാർത്ഥിച്ചു എന്നിട്ട് പറയണേ പണ്ട് അതിപ്പോൾ എനിക്ക് 90 വയസ്സായില്ലേ, അതിപ്പോൾ എനിക്ക് അപ്പോൾ ദൈവത്തിനൊരു തരം ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പൊട്ടൻ അവിടെ കിടന്നുകൊണ്ട് പെരണ്ട് കളിക്കണത്. പിന്നെ എൻ്റെ ഭാര്യയുടെ പതിവൊക്കെ തെറ്റി അവൾക്ക് 70 വയസ്സായി. ഇപ്പം എന്ത് പ്രാർത്ഥന? ഞങ്ങളതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ അവസാനിപ്പിച്ചിരിക്കും. ഇങ്ങനെ ഒരുതരം കുഴഞ്ഞ് മറിഞ്ഞ് കളിക്കണം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അറിയാൻ പാടില്ല. സക്കറിയ പുരോഹിതനാണ്, 90 വയസ്സുണ്ട്, പക്ഷേ ദൈവത്തെ അറിയാൻ പാടില്ല. ഇത് വലിയൊരു ദുരന്തമാണ്. നമുക്ക് പ്രായമാകാം, പക്ഷേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നമ്മൾ പുരോഹിതനാകാം, അല്ലെങ്കിൽ ദൈവശുശ്രൂഷകരാകാം, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് നിർബന്ധം, വിവേചനം കിട്ടത്തില്ല. അപ്പം നമുക്ക് പ്രായമാകാം, പക്ഷെ ദൈവത്തിനെ അറിയണമെന്ന് നിർബന്ധമില്ല. അത് നിസ്സാര കാര്യമല്ല. കാര്യം ദൈവത്തെ അറിയാത്തവർക്ക് പ്രാർത്ഥിക്കാൻ വലിയ പാടാണ്. ശരിക്കും ദൈവത്തെ അറിയാത്തവർക്ക് എന്തെങ്കിലും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, സക്കറിയ ഇങ്ങനെ ഒരു തൻ്റെ ആധ്യാത്മിക ദാരിദ്ര്യം ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴേ എന്താ ചെയ്തിരിക്കണം? സക്കറിയായോട് നീ ഊമനായി തീരുമെന്ന് പറഞ്ഞ്, അതായത് എന്താണ്, നീ പുരോഹിതനാണ്, പക്ഷെ പുരോഹിതനടുത്ത ദൈവത്തിനെക്കുറിച്ചുള്ള അറിവ് നിനക്കില്ല, പുരോഹിതനടുത്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല, വിവേചന വരമില്ല, അതുകൊണ്ട് നീ പുരോഹിതനായിരിക്കാൻ ഇനി ദൈവത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം കട്ട് ചെയ്ത് കളഞ്ഞു. ഊമനായി തീരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയെന്നതിൻ്റെ അർത്ഥം. വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. എന്താ കാര്യം? ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, വാ തുറന്ന് പ്രാർത്ഥിക്കാത്ത എന്തുമാത്രം മനുഷ്യരാണ് ഉള്ളത് കുടുംബങ്ങളിലേക്ക്, ഇല്ലേ? ഊമരാണ് സക്രിയയെ പോലെ. നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇരിക്കാം, പരിശുദ്ധ മറിയം നന്മ നിറഞ്ഞ പറയും ചൊല്ലിക്കഴിഞ്ഞാൽ ഊമനായ സക്രിയ അവിടെ തൂണിഞ്ചാരി ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അപ്പനായിരിക്കും, ചിലപ്പോൾ അപ്പാപ്പനായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും. എന്താണ്? അവൻ വാ തുറന്ന് പ്രാർത്ഥിക്കത്തില്ല, മനസ്സിൽ പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, നന്മ നിറഞ്ഞ പറയും ചെല്ലി, പരിശുദ്ധ മറിയം ചെല്ലണില്ലേ, ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണം മാത്രമല്ല പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്നവരെ വാ തുറന്ന് പ്രാർത്ഥിക്കണം. സക്രിയയ്ക്ക് ആ വാ തുറന്നുള്ള പ്രാർത്ഥന ഏതാണ്ട് ജീവിതം അവസാനിപ്പിക്കുകയാണ് ദൈവം. എന്താ കാര്യം? യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. ഇപ്പോൾ വചനം അവിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതം അപ്പം തന്നെ പാളിച്ചയായി പോകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനം വിശ്വസിച്ചുകൊണ്ട് വചന അധിഷ്ഠിതമായി വാതുറന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള പ്രാർത്ഥനാ വരത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ഓരോ മക്കൾക്കും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഈശോയെ. പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമീശോ. യേശുവേ ആരാധന, യേശുവേ നൽകണമീശോ, നിത്യവിധമെന്നിൽ നിറവേറ്റണമീശോ. കഴുകണമീശോ, നിത്യവിധമെന്നിൽ നിറവേറ്റണ